എടി മക്കളെ അമ്മയെ വിളിക്കാനാ പറഞ്ഞത്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അച്ഛനല്ലേ രാവിലെ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയേ? ഞാനോ? ഞാനിപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്. ഏതോ ഒരാൾ ഒരുക്കിയ ചതിയില് ഞങ്ങള് രണ്ടുപേരും പെട്ടുപോയതാ. രജിസ്റ്റർ ഓഫീസ് വെച്ച് നടന്നത് എന്റെ പെങ്ങളുടെ കല്യാണമാ. വരൻ ശാലിനി പഠിപ്പിക്കുന്ന ഡോക്ടർ പ്രകാശും. അവരുടെ മാലകൾ അവര് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തപ്പോ ഞങ്ങൾ മേടിച്ച് പിടിച്ചു എന്നുള്ളത് നേരാ. ആടിനെ പട്ടിയാക്കുന്ന വ്ളോഗർമാരുള്ള നമ്മുടെ ഈ നാട്ടില് ഇതും ഇതിലപ്പുറം സംഭവിക്കും. അങ്ങനെയെങ്കിൽ അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. മനുഷ്യരുടെ ജീവിതം വെച്ചുകൊണ്ടുള്ള ഈ കള്ളക്കളിക്ക് അവരെ കൊണ്ട് തന്നെ പരിഹാരം ഉണ്ടാക്കണം. എങ്കിലും അവന്മാര് പഠിക്കൂ. എന്ത് പഠിക്കാൻ? ഒരു പഠിത്തവുമില്ല. അവന്മാർക്കെതിരെ ഏത് രീതിയിലുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയാലും അതെല്ലാം റീച്ച് കൂട്ടുന്ന കണ്ടന്റുകളാക്കി മാറ്റാൻ അവർക്കറിയാം. ആര് ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മാത്രം മതിയെന്ന് പറഞ്ഞു നടക്കുന്ന ഇത്തരക്കാർക്കെതിരെ ജനം തിരിയണം. നട റോഡിൽ നിർത്തി കല്ലെറിയണം. ഇനി ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കും ഇവരുടെ ക്യാമറ കണ്ണുകൾ പതിയരുത്. പതിഞ്ഞാൽ ആ കണ്ണ് ചൂഴ്ന്നെടുക്കാനുള്ള തന്റെ ഇടം നമ്മൾ കാണിച്ചാലേ ഇവർക്കെതിരെ പടപൊരുതി നമുക്കിവിടെ ജീവിക്കാനാവൂ. ഇപ്പൊ തന്നെ കുറച്ചു നേരത്തേക്കെങ്കിൽ കുറച്ചു നേരത്തേക്ക് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ തെറ്റിദ്ധരിച്ചില്ലേ? എന്നാ ഇതിൽ വല്ല സത്യമുണ്ടോ? നമുക്ക് ചുറ്റും ഇതുപോലെ നിരവധി ഇല്ലാ കഥകൾ പ്രചരിക്കുന്നുണ്ട്. അതിലെ പകുതിയിലധികവും ഫേക്ക് ന്യൂസുകളാ. അത്തരം ഫേക്ക് ന്യൂസുകൾക്ക് ഇന്നത്തെ കാലത്ത് മാർക്കറ്റ്. വിഷ്ണു ഓടി വാടാ. ആജപം വീണ് ഓടാ. അയ്യോ സാറേ, വിഷ്ണു ഓടി വാടാ. അയ്യോ അച്ഛാ, അച്ഛാ എന്താ പറ്റിയേ? അല്ലൂന്ന് പിടിച്ചേ. എന്താ ഇത്? അച്ഛാ, അയ്യോ രാഘവേട്ട, അച്ഛാ എന്താ രാഘവേട്ട, എന്തു പറ്റി? അല്ല, എന്തൊരു നാറ്റം. എനിക്ക് നന്നായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. രാഘവേട്ട എന്ത് പണിയായി കാണിക്കുന്നത്? അച്ഛാ എഴുന്നേക്ക്. അച്ഛാ, നമുക്ക് അച്ഛനെ അകത്തേക്ക് കിടന്ന സത്യമേ. അച്ഛാ എണീക്ക്, പതുക്കെ എഴുന്നേക്ക് സാറേ. അച്ഛാ. രാഘവേട്ട എന്ത് പണിയായി കാണിക്കുന്നത്? ഉപേന്ദ്രനല്ലവനാ, അവൻ സ്നേഹമുള്ളവനാ. അച്ഛൻ വന്നേ. എന്നെ അവനെ ചികിത്സക്കായിട്ട് മലേഷ്യക്ക് കൊണ്ടുപോകാം. അച്ഛൻ വാ. അച്ഛൻ നേരെ കാണിക്കുന്നു. നല്ലവനാ ഉപേന്ദ്രൻ. എന്താ അച്ഛൻ കാണിക്കുന്നേ? നടന്നു വന്നേ അച്ഛൻ. എന്റെ നീ ശുദ്ധനാ. അച്ഛാ പതുക്കെ വീഴും. ആ പാവാ നോക്കി. അവനെ മലേഷ്യക്ക് കൊണ്ടുപോകാം. അമ്മയില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടല്ലേ ശ്യാമേ? എന്ത് ബുദ്ധിമുട്ട്? എല്ലാത്തിനും അമ്മയെ ആശ്രയിച്ചിരുന്നോണ്ടല്ലേ. ഇതൊക്കെ നമുക്കങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ദേ രോഹിത് എത്തിയല്ലോ. എത്രയായി? 100. ഓക്കെ ശരി.
പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടോന്ന് നോക്കി. അതൊക്കെ നോക്കാം. ഇന്നേ ഇവിടെ അച്ഛൻ വന്നിരുന്നു. അത് ശരി, വന്നായിരുന്നോ? അല്ല, എവിടെയായിരുന്നു? ക്ഷേത്രത്തിലോ സത്രത്തിലോ? അല്ലാതെ എവിടെ പോവാനാ? അച്ഛൻ ഈ കറക്കമൊക്കെ നിർത്തി കടയിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇരിക്കാൻ പറയാൻ മേലായിരുന്നോ? അച്ഛൻ വന്നതേ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാ. അമ്മയെ കൂട്ടിക്കൊണ്ടു പോവാനോ? എങ്ങോട്ട്? ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല. ആശ്രമമെന്നോ ചികിത്സയെന്നോ എന്തൊക്കെയോ തൊട്ടും തൊടാതെയും പറഞ്ഞു. അപ്പോ ശാരദാമ്മ ഇവിടെ ഇല്ലേ? ഇല്ല, ഏ? അമ്മ 1-2 ദിവസമായി പൂജയും പ്രാർത്ഥനയും ധ്യാനവുമായി പൂജാമുറി തന്നെ ഇരിക്കായിരുന്നില്ലേ? പിന്നെ അമ്മയുടെ മാനസിക നില തകരാറിലാണെന്നും അതിന് വേറെ എവിടെയോ അമ്മയെ കാണിക്കണമെന്നും പറഞ്ഞ് കൊണ്ടുപോയതാ. ഞങ്ങളും വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി എന്തെങ്കിലുമൊക്കെ വരുത്തി വെക്കുന്നതിലും നല്ലത് അച്ഛൻ്റെ ഒപ്പം ഒന്ന് മാറി നിൽക്കുന്നത് തന്നെയാന്ന്. പുറം കാഴ്ചകളൊക്കെ കണ്ടും ആശ്രമത്തിലെ ധ്യാനം കൂടിയും മനസ്സിന്റെ ആ ഒരു ഭാരം ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ അമ്മ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു തന്നെ എനിക്ക് തോന്നുന്നു. ആ, അത് ശരിയാ. ഇവിടെ ഇങ്ങനെ വീർപ്പുമുട്ടിയിരിക്കുന്നതിലും നല്ലത് ആശ്രമത്തിലെ അറ്റ്മോസ്ഫിയർ തന്നെയാ. കുറേയധികം മാനസിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുമല്ലോ. നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ രോഹിത്തിന് ചായ എടുക്കാം. വേണ്ട, ഞാനിപ്പോൾ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. ഒന്ന് കുളിക്കണം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ചായ കുടിക്കാം. ദേ, അച്ഛൻ വന്നല്ലോ. അമ്മ എവിടെ? ശാരദേ, ശാരദേ, ഇതെന്താ അമ്മയെ വിളിക്കുന്നേ? രണ്ടുപേരും ഒന്നിച്ചല്ലേ പോയേ? ശാരദേ. അമ്മ എന്തേ മക്കളെ വിളിക്ക്. എനിക്കൊരു കാര്യം എല്ലാവരോടും കൂടി പറയാനുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇവിടെ രോഹിത്തും ഉണ്ടല്ലോ. എടി മക്കളെ, അമ്മയെ വിളിക്കാനാ പറഞ്ഞത്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അച്ഛനല്ലേ രാവിലെ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയേ? ഞാനോ? ഞാനിപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ദേ അച്ഛാ, അച്ഛൻ ചുമ്മാ തമാശ പറയല്ലേ. അച്ഛനല്ലേ രാവിലെ വന്ന് ആശ്രമത്തിലെ ഡോക്ടറെ കാണിക്കണമെന്നും പറഞ്ഞ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് അച്ഛൻ ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നേ? നിങ്ങൾ എന്തൊക്കെ പിച്ചും പേയായി വിളിച്ചു പറയുന്നേ? ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നെന്നോ?